വലിറബ്ബിക ഫസ്ബിർ, നിങ്ങൾക്കിപ്പോൾ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഈ പ്രയാസങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളേണ്ടി വരും. അതുകൊണ്ട് ക്ഷമ കൈക്കൊള്ളേണ്ടി വരുന്നതായ രൂപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുമ്പ് തന്നെ സൂചന നൽകുകയാണ്. പ്രയാസം വരുമ്പോൾ, ജനങ്ങൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ, ജനങ്ങൾ തള്ളുമ്പോൾ, ജനങ്ങളെ ശകാരിക്കുമ്പോൾ, ജനങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം എന്നുകൂടി പഠിപ്പിച്ചതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ 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 ഈ പ്രബോധനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആരംഭിക്കുന്നത്, തബ്ലീഗ് ചെയ്യാൻ ആരംഭിക്കുന്നത്. ആ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാം, പ്രാരംഭ ഘട്ടത്തിലാണ്, തുടക്കത്തിലാണ്, ആദ്യമാണ്. മക്കത്താരും മുസ്ലിങ്ങളില്ല. ആദ്യമായിട്ട് മുസ്ലിമാകുന്നത് ആമനർ റസൂൽ മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിയാണ് ആ മതത്തിന്റെ ആദ്യത്തെ മെമ്പർഷിപ്പ് നേടുന്നത്. അതിനുശേഷമാണ് കരഗതമാക്കുന്നത്. അതിനുശേഷമാണ് വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അവരുടെ ബാക്കിൽ അണിനിരക്കുന്നത്. ഈ സത്യവിശ്വാസികൾ ബാക്കിൽ അണിനിരക്കാൻ ആരംഭിക്കുമ്പോൾ ഈ ദഅവ സിരിയ എന്ന് പറയുന്ന രഹസ്യമായിട്ടുള്ളതായ ഈ ദഅവത്ത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ പേടിച്ച് ഭയന്ന് യുക്തിയുക്തം ഹിക്മത്തോടു കൂടി ചെയ്യേണ്ടതാണല്ലോ, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആരംഭിച്ചിടം മുതൽ ഒന്നാമത് അള്ളാഹുവിൻ്റെ ഹിക്മത്താണ് കുടുംബ മെമ്പർമാരെ ബാക്കിൽ അണിനിരത്തി. ആദ്യം ഖദീജ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് വിശ്വസിച്ച ആദ്യത്തെ മനുഷ്യനാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചത് പെണ്ണാണ്. അത് അവരുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹയാണ്. എന്നാൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ പിന്നെ കേൾക്കാൻ പോകുന്നത് പോലെ ശേഷമുള്ളതായ ആ വീട്ടുകാർ തന്നെ ബാക്കിൽ അള്ളാഹു അണിനിരത്തി. വീട്ടുകാരിൽ കുട്ടിയാകുന്ന അബൂ താലിബിന് കുറേ മക്കളുള്ളത് കാരണത്താൽ, ഫക്കീറായ കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തിരുന്നു അലിയിനെ പോറ്റുന്ന കാര്യം. അതുകൊണ്ട് അലി ആരുടെ വീട്ടിലുണ്ട്? റസൂലുള്ളാഹിന്റെ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ ഈ ഖദീജയുടെ കുടുംബ മെമ്പറായ ഹക്കീം ഇബ്നു ഹിസാം പിന്നെ മുസ്ലിമായവർ റളിയല്ലാഹു തആല അൻഹു വിലക്ക് വാങ്ങിയതായ സെയ്ദും ആരുടെ കൂടിയുണ്ട്? റസൂലുള്ളാഹിന്റെ വീട്ടിലുണ്ട്. ഈ സെയ്ദ് ആരാണ്? ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഹക്കീം ഇബ്നു ഹിസാം സമ്മാനം അർപ്പിച്ചതായ അടിമയാണ്. സമ്മാനിച്ചതായിരുന്നു ആര്? ഹക്കീം ഇബ്നു ഹിസാം. പട്ടണത്തിൽ നിന്നിട്ട് വാങ്ങിയിട്ട്, ഖദീജ വാങ്ങിയതല്ല, ഹക്കീം ഇബ്നു ഹിസാമാണ് വാങ്ങിയത്. അങ്ങനെ മറ്റൊരു രൂപത്തിൽ റിപ്പോർട്ടുണ്ടെങ്കിലും ഇതാണ് ശരി. അങ്ങനെ ഹക്കീം ഇബ്നു ഹിസാം ഖദീജയ്ക്ക് ഹദിയ ചെയ്തു. ഖദീജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹദിയ ചെയ്തു. ആരെ? ഈ സെയ്ദ് എന്ന് പറയുന്ന വ്യക്തിയെ. ഈ സെയ്ദിനെ ജനങ്ങൾ അന്ന് വിളിച്ചിരുന്നത് സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നാണ്. മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്നാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോറ്റി വളർത്തുന്ന കുട്ടിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് മക്കക്കാരുടെ ഇടയിൽ. ഈ പോറ്റുന്ന കുട്ടിയെ ആ വളർത്തുന്ന വ്യക്തിയുടെ പേരിൽ തന്നെ ചേർത്ത് പറയലാണ് ജാഹിലിയ്യ സമ്പ്രദായം. അത് പിന്നെ വിശുദ്ധ ഇസ്ലാം അതിനെ ക്യാൻസലാക്കുകയും ചെയ്തു, കേൾക്കാൻ പോകുന്നത് പോലെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ആ കുടുംബത്തിൽ നിന്നിട്ട് മെമ്പർമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാർത്തെടുത്തു. അപ്പോൾ ആദ്യമായിട്ട് ഖദീജ മുസ്ലിമത്തായി. പിന്നെ വീട്ടുകാരനായ കുട്ടിയായ അലി റളിയല്ലാഹു തആല അൻഹു കുട്ടികളിൽ നിന്നിട്ട് മുസ്ലിമായി. പിന്നെ അടിമകളിൽ നിന്നിട്ട് സെയ്ദ് മുസ്ലിമായി. ഇപ്പോൾ ഇവരൊക്കെ ആരാണ്? ഇവരൊക്കെ വീട്ടു മെമ്പർമാരാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നതായ ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം വളരെ രഹസ്യമായ പ്രബോധനം. ആ രഹസ്യമായ പ്രബോധനത്തിൽ ജനങ്ങളോട്, കുടുംബത്തോട് മാത്രമാണ് പറഞ്ഞു വരുന്നത്. പതുക്കെ ഏറ്റവും അടുത്ത ബന്ധമുള്ള അബൂബക്കറിനെ പോലത്തവരോട് പറഞ്ഞു എന്നല്ലാതെ മറ്റുള്ളവരിൽ എന്ത് ചെയ്തിട്ടില്ല, പരസ്യപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ രഹസ്യമായി തുടങ്ങി വെച്ചതായ ഈ ദഅവത്ത് റസൂല് മറച്ചു വെക്കുന്ന സന്ദർഭമാണ് എന്ന് ആ കാലഘട്ടത്തിൽ, ഈ ടൈമിൽ റസൂലുള്ളാഹിനെ കണ്ടതായ പിൻകാലഘട്ടത്തിൽ മുസ്ലിങ്ങളായവരായ പലരും പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ അംർ ഇബ്നു അബ്സ എന്ന് പറയുന്ന സഹാബിയെ കുറിച്ച് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അവര് റസൂലുള്ളാഹിനെ കാണാൻ പോയ സന്ദർഭത്തിൽ റസൂൽ ഒളിച്ചിരിക്കുന്ന സന്ദർഭമാണ് എന്ന പദം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്.
കാണാൻ പോയ സന്ദർഭത്തെക്കുറിച്ച് വിശദീകരണം പിന്നെയും കേൾക്കാം. അപ്പോൾ രഹസ്യമായ പ്രബോധനം ആരംഭിച്ച ഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ കാബയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് കാബയുടെ പരിസരത്തിൽ നമസ്കരിക്കുന്നു. അഫീഫ് എന്ന പേരിൽ ഒരു വ്യക്തി, കുറേ ആ നാട്ടുകാരനല്ല, വിദേശിയാണ്, ഇത് കണ്ടു. അബ്ബാസിനെ കാണാൻ വേണ്ടി വന്നതാണ്. അബ്ബാസിന്റെ കൂടെ കാബയുടെ പരിസരത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ അഫീഫ് അവിടെ ഇരിക്കുമ്പോൾ അഫീഫ് പറയുകയാണ്, ഒരു ചൊങ്കുള്ള യുവാവ് വന്നു, നല്ല വെളുത്ത കാണാൻ ഭംഗിയുള്ളൊരു യുവാവ് വന്നു. എന്നിട്ട് കാബത്തിലേക്ക് മുന്നിട്ടു. എന്നിട്ട് അദ്ദേഹം ഒരു പ്രത്യേക ചടങ്ങ് ആരംഭിച്ചു. അറിയില്ലല്ലോ എന്താണ് സംഗതി എന്ന്. ഈ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വലതു ഭാഗത്തിൽ ഒരു കുട്ടി വന്നിട്ട് നിൽക്കുന്നു. ആരാണത്? അലി ഇബ്നു അബി താലിബ്. അദ്ദേഹത്തിന്റെ ബാക്ക് സൈഡിൽ ഒരു പെണ്ണും കൂടി വന്ന് നിന്നു. ആരാണത്? ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഞാൻ ചോദിച്ച അബ്ബാസിനോട് ഇതാരാണ്? പറഞ്ഞു, ഇത് എൻ്റെ സഹോദരന്റെ മകനാണ് ആദ്യം വന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ബേക്കിലേക്ക് നിന്നാൾ ആരാണ്? അപ്പോൾ പറഞ്ഞ അദ്ദേഹം അബൂ താലിബിന്റെ മകൻ അലിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ബേക്കിൽ നിന്ന പെണ്ണാരാണ്? അത് ഭാര്യയാണ്, അഥവാ മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ ഭാര്യ ഖദീജയാണെന്ന് പറഞ്ഞു. എന്താണ് അവർ കാട്ടുന്നത്? പറഞ്ഞു, അവർ കാട്ടുന്നത് ആ മുഹമ്മദ് ഒരു പുതിയ മതവുമായി വന്നിട്ടുണ്ട്, ആകാശത്തിൽ നിന്നിട്ട് ഇറങ്ങിയതാണ് എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ആ മതത്തിൽ മെമ്പർഷിപ്പ് നേടിയ വ്യക്തിയാണ്. ആ മതത്തിലുള്ള ചടങ്ങാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. ആ മതത്തിന്റെ തത്വത്തിൽപ്പെട്ടതാണ് അല്ലാഹു അല്ലാതെ വേറെ ആരാധിക്കപ്പെടാൻ ഒന്നിനെയും എന്തിനെയും ആരെയും പാടുള്ളതല്ല. അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് ആരാധന. ആ ആരാധനയാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. കാരണം ഇദ്ദേഹം ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടിട്ട്, മഹാസംഭവമാണ് സംഭവിക്കുന്നത്, ഇവിടെ മക്കത്ത് സംഭവിക്കാത്തതാണ്, എന്താണ് ആ കാണുന്നത് എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ മറുപടി കിട്ടിയതാണ് അബ്ബാസിൽ നിന്നിട്ട്. അബ്ബാസ് ആണെങ്കിലും മുസ്ലിമായിട്ടില്ല താനും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രഹസ്യമായ പ്രബോധനം ആരംഭിച്ചപ്പോൾ റസൂൽ പുറത്തിറങ്ങുമ്പോഴൊക്കെ കുടുംബം കൂടെയുണ്ട്. ഏത് കുടുംബം? വിശ്വസിച്ചവരായ കുടുംബം. എന്ന് മാത്രമല്ല, അവരത് രഹസ്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുമുണ്ട്. ജനങ്ങളോട് പറയാതെ, ജനങ്ങൾ അറിയാതെ, ശത്രുക്കൾ അറിഞ്ഞാൽ അപകടത്തിൽ പെട്ടുപോകണ്ട എന്ന് ഭയപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് പറയാതെ അത് രഹസ്യമാക്കി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുമുണ്ട് താനും. ഇത് ഞാൻ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ ഫാത്തിമ ബിൻത്തുൽ ഖത്താബ് പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ആ ഫാത്തിമ ബിൻത്തുൽ ഖത്താബ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം, കുറച്ച് കാലങ്ങൾ വിട്ടുകിടന്ന ശേഷം റസൂലുള്ള കാബത്തിന്റെ പരിസരത്തിൽ കറങ്ങുമ്പോൾ മക്കക്കാർ പിടിച്ച് കഴുത്തിൽ വെള്ളിയിട്ട് നിലം പതിപ്പിച്ച സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുത്താൻ വേണ്ടി അബൂബക്കർ ഓടി വന്നു. അബൂബക്കർ ഓടി വന്നിട്ട്, ലിമ തഖ്തുലൂന റജുലൻ യഖൂലു റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ എന്തിനു വധിക്കുന്നു എന്ന് ചോദിച്ച് ആ മക്കക്കാരിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ്, മെലിഞ്ഞുട്ടിയ മനുഷ്യനായ അബൂബക്കർ സിദ്ദീഖ് ആ കാഫിരീങ്ങളിലേക്ക് ആഞ്ഞടിച്ചു. ആ സന്ദർഭത്തിൽ കാഫിരീങ്ങൾ മുഹമ്മദ് നബിയെ ഉപേക്ഷിച്ചു, റസൂലുള്ളയെ ഉപേക്ഷിച്ച് അബൂബക്കറിനെ അടിക്കാൻ ആരംഭിച്ചു. അബൂബക്കർ നിലം പതിക്കുകയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അബൂബക്കർ ബോധശയായിട്ട് നിലം പതിച്ച് വീഴുന്നതായ സന്ദർഭത്തിലാണ് അബൂബക്കറിനെ കാണാൻ വേണ്ടി അബൂബക്കറിന്റെ ഉമ്മയും ഫാത്തിമ ബിൻത്തുൽ ഖത്താബും വന്നു. ഈ ഫാത്തിമ ബിൻത്തുൽ ഖത്താബ് വന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഫാത്തിമ ബിൻത്തുൽ ഖത്താബിനോ ഉള്ള സദസ്സിൽ വെച്ചിട്ട് അബൂബക്കർ കണ്ണു തുറന്നു. ഫാത്തിമ ബിൻത്തുൽ ഖത്താബ് മുമ്പന്മാരിൽപ്പെട്ട ആദ്യ മുസ്ലിങ്ങളായ സ്ത്രീകളിൽപ്പെട്ട ഒരു പെണ്ണാണ് എന്ന് മാത്രമല്ല ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പെങ്ങളാണ്. ഉമർ ഖത്താബിന്റെ പെങ്ങളാണ്. ഈ ഫാത്തിമ ബിൻത്തുൽ ഖത്താബ് അവിടെ നിൽക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമ്മയാണെങ്കിൽ കാഫിറത്താണ്, മുസ്ലിമത്തായിട്ടില്ല. ആ സന്ദർഭത്തിലാണ് കണ്ണു തുറക്കുന്നത്. ബോധശയായിരുന്നു, ബോധം കെട്ട് കിടക്കായിരുന്നു. അവ കണ്ണു തുറന്നപ്പോൾ ഉമ്മയെ കാണുന്നുണ്ട്, ഫാത്തിമയെ കാണുന്നുണ്ട്. മൂപ്പര് ചോദിച്ച ആദ്യത്തെ ചോദ്യം റസൂലുള്ള എവിടെയെന്ന്, റസൂലുള്ളാഹിക്ക് എന്ത് സംഭവിച്ചു എന്ന് മൂപ്പർക്ക് അറിയണം. അതാണ് ആദ്യത്തെ ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ രഹസ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്. മുമ്പ് പറഞ്ഞ കഥയാണ്, സംഭവമാണ്. അവിടെ ആ ശബ്ദം കേട്ടപ്പോൾ ഫാത്തിമ ഉമ്മാനെ നോക്കി. അബൂബക്കറിനൊരു നോട്ടം, ഉമ്മയെ മറ്റൊരു നോട്ടം. എന്തേ? നിങ്ങളുടെ ഉമ്മ സത്യവിശ്വാസിനിയല്ലല്ലോ, അവരുടെ മുമ്പിൽ വെച്ചിട്ട് റസൂൽ എവിടെയുണ്ടെന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായില്ലേ? ആ നോട്ടത്തിന്റെ അർത്ഥം അതാണ്. അപ്പോൾ അത്രയും രഹസ്യമാക്കിയിട്ടാണ് അവിടെ പ്രബോധനം നടത്തിയിരുന്നത്. അഥവാ പരസ്യമായാൽ അപകടം ഉണ്ടാകുമെന്ന് തോന്നുന്നവരോട് പറയാറില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ അബൂബക്കർ സിദ്ദീഖിനെ മറുപടി കിട്ടി പറഞ്ഞു, പേടിക്കേണ്ടതില്ല, എൻ്റെ ഉമ്മ അത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ ചോരുന്നതല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ
ഉറപ്പ് കിട്ടിയപ്പോഴാണ് അബൂബക്കർ പറഞ്ഞത്, ഇന്ന സ്ഥലത്തുണ്ട് റസൂലുള്ളാഹ്ക്ക് പറയത്തക്ക പരിക്കൊന്നും ഉണ്ടായിട്ടില്ല, അവർ പ്രയാസമില്ലാതെ ഉണ്ട് എന്ന സംഭവം മഹദിയായ ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. നാം പറഞ്ഞു വന്നത് റസൂലുള്ളാഹിന്റെ ദഅവത്തിന്റെ ആദ്യത്തെ മർഹലയാണ്. ദഅവത്തിന്റെ ആദ്യത്തെ മർഹലയിൽ രഹസ്യമായിട്ടാണ് പ്രബോധനം ആരംഭിച്ചത്. ഈ രഹസ്യ പ്രബോധനത്തിൽ രഹസ്യത്തിലും രഹസ്യമാണ്. തുടക്കത്തിൽ വീട്ടുകാർ മാത്രം. ഈ വീട്ടുകാർ മാത്രമായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങുമ്പോഴൊക്കെ അവർ കൂടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പേടിച്ചിട്ടും പ്രയാസമുണ്ടാവരുത് എന്ന് ഭയപ്പെട്ടിട്ടും പലപ്പോഴും. ഇത് രഹസ്യമായിട്ടുള്ളതായ പ്രബോധനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ വർദ്ധിക്കാൻ ആരംഭിച്ചു. കാരണം ഇതുവരെ നാം കേട്ടവർ വീട്ടുകാരെ കുറിച്ചാണ്. പിന്നെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഇസ്ലാം മതം വിശ്വസിക്കുന്ന ആദ്യത്തെ വ്യക്തി. ഇതുവരെ നാം കേട്ടത് ഒന്ന് അടിമയിൽ ആദ്യത്തെ വ്യക്തി, മറ്റൊന്ന് കുട്ടികളിൽ ആദ്യത്തെ വ്യക്തി, മറ്റൊന്ന് പെണ്ണുങ്ങളിൽ ആദ്യത്തെ വ്യക്തി. പുരുഷന്മാരിൽ ആദ്യത്തെ വ്യക്തി അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ വല്ലവരോടും ഇസ്ലാമിനെ അർള് ചെയ്യുമ്പോൾ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ എല്ലാ മനുഷ്യന്മാരും ഒന്ന് തറദ്ദുദുണ്ടാകും, ഒന്ന് യക്ഷിശക്കുണ്ടാകും, ഒന്ന് സ്വീകരിക്കണമോ വേണ്ടേ എന്ന് ചിന്തിക്കാൻ വേണ്ടി ടൈം എടുക്കും. ഇല്ല അബൂബക്കർ ഒഴിച്ച്. അബൂബക്കറിനോട് ഞാൻ അള്ളാന്റെ ദൂതരാണ്, അള്ളാഹു ഏകനാണ്, അള്ളാഹ് എന്നെ മുർസലായി നിയോഗിച്ചിട്ടുണ്ട് എന്ന വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് ഉടനെ തന്നെ പറഞ്ഞ വ്യക്തി അബൂബക്കർ മാത്രമാണ്. ഇതാണ് അബൂബക്കറിന്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും മഹാനായ അബൂബക്കർ സിദ്ദീഖും ചെറിയ പ്രശ്നത്തിൽ വരസലുണ്ടായപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് അബൂബക്കർ സിദ്ദീഖ് വന്നിട്ട്, ഉമറുൽ ഖത്താബ് എനിക്ക് മാഫി ചെയ്തില്ല, ഞങ്ങളുടെ ഇടയിൽ വരസലുണ്ടായിപ്പോയി സംസാരത്തിൽ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹിന്റെ മുഖം ചേഞ്ചായി. ആ സന്ദർഭത്തിൽ തന്നെ ഉമർ കയറി വരികയായിരുന്നു സംഭവം എന്താണ് അറിയാൻ വേണ്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമായിരുന്നു. ഉമറിനെ കാണുമ്പോൾ ദേഷ്യത്തോടെ കോപത്തോടെ ഉമറിന്റെ ഭാഗത്തിലേക്ക് നോക്കിയിട്ട് ഉത്റുകൂലി അബൂബക്കർ, എനിക്ക് വേണ്ടി എൻ്റെ സ്നേഹിതനായ അബൂബക്കറിനെ വിട്ടേക്കൂ, അബൂബക്കറിനെ ദ്രോഹിക്കരുത്, അബൂബക്കറിനെ പ്രയാസപ്പെടുത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സന്ദർഭമായിരുന്നു. എന്നിട്ട് കൂട്ടിച്ചേർത്തു റസൂലുള്ളാഹി, ഞാൻ ജനങ്ങളോട് ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ് എന്ന് പറഞ്ഞതായ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരും പറഞ്ഞു അത് ശരിയല്ല, അത് കളവാണ് എന്ന് നിങ്ങൾ നിഷേധിച്ചു. ഇല്ല അബൂബക്കർ മാത്രമായിരുന്നു അന്ന് സദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് സമ്മതിച്ച വ്യക്തി. ഇത് അബൂബക്കർ ഖലീലാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി വഫാത്താകുന്ന സന്ദർഭത്തിലുള്ള പ്രസംഗത്തിലും അത് ആ സംഭവം പറഞ്ഞിട്ടുണ്ട് താനും. അങ്ങനെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണ്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ആദ്യമായിട്ട് കുടുംബത്തിൽ നിന്നിട്ട് വീട്ടിൽ നിന്നിട്ട് പുറത്തുള്ള വ്യക്തിയായിട്ട് മെമ്പർഷിപ്പ് നേടിയതായ വ്യക്തി. മനസ്സിലായില്ലേ? അപ്പോൾ ഇസ്ലാമിൻ്റെ ദഅവത്തിൻ്റെ വഹി ഇറങ്ങിയ ശേഷമുള്ളതായ ഘട്ടങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം രഹസ്യമായുള്ള പ്രബോധന ഘട്ടമായിരുന്നു. അതിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയ ശേഷം അവരവിടെ നിന്ന് വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാന്നിധ്യത്തിൽ നിന്നിട്ട് ഈ ഇസ്ലാമിലേക്ക് കൊള്ളുന്നവരെ ക്ഷണിക്കാൻ വേണ്ടി പോയി. ഓറിയന്റലിസ്റ്റുകാർ പറയും പോലെയും ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നിട്ട് പലരും പറയും പോലെയും പലരും പ്രചരിപ്പിക്കുന്നത് പോലെയും പലരും എഴുതിവിട്ടതുപോലെയും അവിടെ ഫഖീറന്മാർ മാത്രമോ അല്ലെങ്കിൽ അടിമകൾ മാത്രമോ അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗം മാത്രമോ അല്ല ഇസ്ലാമിൽ ആദ്യമായി മെമ്പർഷിപ്പ് നേടിയവര്. മറിച്ച് ഖുറൈശികളിൽ 10, 12, 14 ഉപകബീലകളുണ്ട്. ആ കബീലകളിൽ നിന്നിട്ട് എല്ലാ കബീലകളിൽ നിന്നിട്ട് മിക്കവാറും കൊള്ളുന്നവർ ഇസ്ലാം മതം ആദ്യം വിശ്വസിച്ച മെമ്പർമാരിൽ പെട്ടവരായിരുന്നു.
അവരുടെ അടിമകളാണ്. കൂട്ടത്തിൽ നാം കേൾക്കുന്നത് അടിമകൾ ഇസ്ലാം മതം വിശ്വസിച്ചു എന്നത്. സയ്യിദന്മാർ ഇസ്ലാം മതം വിശ്വസിക്കുമ്പോൾ അവരുടെ അടിമകൾ ഇസ്ലാം മതം വിശ്വസിച്ചു എന്നതാണ്. അവരിൽ നിന്നിട്ട് പല അടിമകളുടെ പേര് കേൾക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അല്ലാത്തവരും കൂട്ടത്തിൽ ഉണ്ടായിരിക്കാമെങ്കിലും, അഥവാ അടിമകളുടെ കൂട്ടത്തിൽ ഈ മുസ്ലിങ്ങളായവരുടെ അടിമകളല്ലാത്തവരുണ്ടായിരിക്കാമെങ്കിലും അതിൻ്റെ അർത്ഥം അടിമകൾ ഓറിയന്റലിസ്റ്റുകാർ പറയും പോലെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു വരത്തും പോലെ ആദ്യമായിട്ട് ഈ മതത്തിന്റെ പിന്നാണ് നടന്നവർ കൊള്ളരുതാത്തവരും ഫക്കീറമാരും അവശരും എന്നൊക്കെയാണ് എന്നാണ് പറഞ്ഞു വരുത്തുന്നത്. അത് ശരി അല്ലേ? അല്ല. ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി നല്ല ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവർ, പഠിക്കുന്നവർ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നടന്നതായ ആദ്യത്തെ മർഹലയാകുന്ന ആ ദഅവ സിർരിയ 3 വർഷമാണ് നീണ്ടു നിന്നത്. എത്ര വർഷം? ദഅവ സിർരിയ എത്ര? 3 വർഷം. 3 വർഷം രഹസ്യമായിട്ടാണ് റസൂലുള്ളാഹി പ്രബോധനം ചെയ്തത്. അക്കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് പ്രബോധനം ചെയ്തുകൊണ്ട് 5-6 പേരെ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയവരാക്കി മാറ്റാൻ വേണ്ടി പാടുപെടുകയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യാലെ കൊള്ളുന്നവരായ പേരെടുത്തവരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തതായ മഹാത്മാക്കൾ ഈ വിശുദ്ധ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടിയവരായി മാറുകയും ചെയ്തു. നാം പലപ്പോഴും അബൂബക്കർ സിദ്ദീഖ് സമ്പാദിച്ചു കൊണ്ടുവന്നതായ സമ്പാദ്യം ലോക നേതാക്കളെ ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് നേടുന്നവരാക്കി മാറ്റുക എന്ന മഹാപ്രവർത്തനം, മഹാത്യാഗം ചെയ്തവരാണ് എന്ന് അബൂബക്കർ സിദ്ദീഖിന്റെ പ്രത്യേകത പറയുമ്പോൾ പറഞ്ഞിട്ടുമുണ്ട്. മഹാനായ അബൂബക്കർ കൊണ്ടുവന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സുബൈർ ഇബ്നുൽ അവാം, 16 വയസ്സാണ് സുബൈറിന് ആ സന്ദർഭത്തിൽ, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, അപ്രകാരം തന്നെ സഅദ് ഇബ്നു അബി വഖാസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇവരൊക്കെ അബൂബക്കർ സിദ്ദീഖ് മുഖേന ഇസ്ലാം മതം വിശ്വസിച്ച പേരെടുത്ത ഖുറൈശ് വംശത്തിൽ പേരെടുത്തതായ കബീലകളുടെ മെമ്പർമാരാണ്, കബീലകളിൽ ജനിച്ച മെമ്പർമാരാണ്. അപ്രകാരം തന്നെ മദീനയിൽ ബഖീ എന്ന ഖബർസ്ഥാനത്തിൽ ബഖീഉൽ ഖർഖദിൽ ആദ്യം മെമ്പർഷിപ്പ് നേടിയതായ മുഹാജിറായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ. അവര് ഈ ആദ്യം ഇസ്ലാം മതത്തിൽ മെമ്പർഷിപ്പ് നേടിയതായ വ്യക്തികളിൽ പെട്ടവർ കൂടിയായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ. മനസ്സിലായില്ലേ? ആ ഉസ്മാൻ ഇബ്നു മദ്ഊൻ മദീനയിൽ റസൂലുള്ളാഹി വന്നതിന്റെ ശേഷം, ഹിജ്റ വന്നതിന്റെ ശേഷം മുഹാജിറുകളിൽ നിന്നിട്ട്, മക്കയിൽ നിന്നിട്ട് വന്നവരിൽ നിന്നിട്ട് മരണപ്പെട്ടവരും ഈ ബഖീ എന്ന ഖബർസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഖബറടക്കപ്പെട്ടവരുമായിരുന്നു. അതേ സമയത്ത് അൻസാറുകളിൽ നിന്നിട്ട് ആദ്യം ഇസ്ലാം മതം വിശ്വസിക്കാൻ വേണ്ടി നുബുവത്തിന്റെ 11ാമത്തെ വർഷം, 12ാമത്തെ വർഷം, 13ാമത്തെ വർഷം എന്നീ 3 വർഷങ്ങളിലൂടെ മക്കയിൽ വെച്ചിട്ട് വിദേശികൾക്ക് പ്രബോധനം എത്തിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചതായ സന്ദർഭത്തിൽ മദീനയിൽ നിന്നിട്ട് പോയതായ 6 ഖസ്റജുകൾ, ഔസുകളിൽപ്പെട്ട 6 മഹാത്മാക്കൾ, നേതാക്കൾ കാഫിരീങ്ങളായിരുന്നു. പോകുമ്പോൾ അവർ പോയിട്ട് റസൂലുള്ളാഹിയെ സമീപിച്ച് മിനയിലുള്ളതായ ജംറത്തുൽ അഖബയുടെ പരിസരത്തിൽ വെച്ചിട്ട്, ഇത് നുബുവത്തിന്റെ 11ാമത്തെ വർഷമാണ്. ആ 11ാമത്തെ വർഷത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം മതം വിശ്വസിച്ചതായ മദീനക്കാരായ 6 പേരിൽ നിന്നിട്ട് 1ാമത്തെ വ്യക്തിയും അതിന്റെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയുമായിരുന്നു ആര്? അസ്അദ് ഇബ്നു സുറാറ. അസ്അദ് ഇബ്നു സുറാറ. ഈ അസ്അദ് ഇബ്നു സുറാറയാണ് അൻസാറുകൾ നിന്നിട്ട് ആദ്യം ബഖീ എന്ന ഖബർസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് നേടിയ വ്യക്തി. ബഖീ എന്ന ഖബർസ്ഥാനത്തിൽ ആദ്യം മരിച്ച് ഖബറടക്കപ്പെട്ടതായ അൻസാരി അസ്അദ് ഇബ്നു സുറാറയാണ്. അസ്അദ് ഇബ്നു സുറാറ ഖുബൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അടങ്ങാത്ത ആവേശത്തോടു കൂടി സ്വീകരിച്ച, ഹിജ്റ ദിവസത്തിൽ സ്വീകരിച്ച നേതൃത്വം കൂടിയാണ് മഹാനായ അസ്അദ്. അപ്പോൾ നാം പറഞ്ഞു വന്നത്, മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ ഇസ്ലാം മതം വിശ്വസിച്ച ആദ്യത്തെ മെമ്പർഷിപ്പ് നേടിയ നേതാക്കളിൽ നേതാവാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹും അക്കൂട്ടത്തിൽ പെടും. അപ്രകാരം തന്നെ അബൂ സലമ ഇബ്നു അബ്ദുൽ അസദ് റളിയല്ലാഹു തആല അൻഹും ജമീഅൻ. ഇക്കൂട്ടത്തിൽ ഇപ്പോൾ രഹസ്യ പ്രബോധനം ആരംഭിക്കുമ്പോൾ, ആൾക്കാർ കൂടി വരുമ്പോൾ, ആൾക്കാർ വർദ്ധിച്ചു വരുമ്പോൾ അവർക്ക് എന്ത് വേണം? ഒരു കേന്ദ്രം വേണം, അല്ലേ? കേന്ദ്രം വേണം. ആ കേന്ദ്രം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്ട് ചെയ്തത് ഇക്കൂട്ടത്തിൽ അവസാനമായി നിങ്ങൾ കേൾക്കുന്നതായ നമ്മുടെ നേതാക്കളിൽ ഒരു നേതാവായ മഹാനായ അർഖം ഇബ്നു അബുൽ അർഖം റളിയല്ലാഹു തആല അൻഹു. ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ 17 വയസ്സാണ്. എത്ര? 17 വയസ്സാണ്. 17 വയസ്സുള്ള യുവാവാണ്. അദ്ദേഹത്തിന്റെ വീട് സഫയുടെ സൈഡിലാണ്.
അദ്ദേഹത്തിൻ്റെ പേരിലാണ് സഫ കഴിഞ്ഞ ഉടനെ വലത് ഭാഗത്തുള്ള വാതിലിനെ നാം ദശവർഷങ്ങൾ കണ്ടത്. ഇപ്പോൾ ആ പേരിൽ അവിടെ ആ വാതിലുണ്ടോ എന്ന് എനിക്കറിയുകയില്ല. ഇപ്പോൾ പുതിയ പരിവർത്തനങ്ങൾ വികസനങ്ങൾ നടന്ന ശേഷം അവിടെ വാതിലുണ്ടോ എന്നുള്ള മക്കാർക്ക് അറിയുള്ളൂ, എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. പക്ഷേ നാം കുറേ 30-ൽ പരം വർഷങ്ങൾ ആ സ്ഥലത്ത് ഉള്ള ആദ്യത്തെ വാതിലിൻ്റെ പേര് അർഖമുബ്നു അബുൽ അർഖമിൻ്റെ വാതിൽ എന്നായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വീടുണ്ടായ ഭാഗമായതുകൊണ്ടായിരിക്കാം ചരിത്രകാരന്മാർ ആ വാതിലിന് ആ പേര് വെക്കാൻ കാരണം. ഈ വ്യക്തിത്വം ആരാണ്? 17 വയസ്സാണെങ്കിലും കേൾക്കണം, രഹസ്യമായിട്ട് ഇസ്ലാം മത പ്രബോധനം നടത്താനുള്ളതായ കേന്ദ്രമായി അദ്ദേഹത്തിൻ്റെ വീടിനെയാണ് ഉപയോഗിച്ചിരുന്നത്. മനസ്സിലായില്ലേ? അദ്ദേഹം സാധാരണക്കാരനല്ല, ഖുറൈശ് വംശത്തിൽപ്പെട്ട ആളാണ്, പേരെടുത്തതായ കബീലയിൽപ്പെട്ട ആളാണ്. ഇപ്പോൾ നാം ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. ഈ ആദ്യത്തെ ഘട്ടം രഹസ്യമായ പ്രബോധനം. ഈ രഹസ്യമായ പ്രബോധനം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങനെ സംഭവിക്കേണ്ടി വന്നു, അങ്ങനെ റസൂലുള്ള ചെയ്തു എന്ന് പറയുമ്പോൾ അത് നമുക്കും അതിൽ പാഠമുണ്ട്. മനസ്സിലായില്ലേ? കേൾക്കാൻ പോകുന്ന ഘട്ടങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കളയാം, എന്നിട്ട് പിന്നെ നമുക്ക് മൊത്തത്തിൽ അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം പഠിച്ച് പെട്ടെന്ന് നിർത്തുകയും ചെയ്യാം. നമ്മുടെ ടൈം വളരെ ചുരുക്കമാണല്ലോ. എന്നാൽ ആദ്യത്തെ ഘട്ടം ദഅവ സിർരിയ അഥവാ രഹസ്യമായിട്ടുള്ള ദഅവത്ത്, അത് 3 വർഷം നീണ്ടു നിന്നു. രണ്ടാമത്തത് ദഅവ ജഹ്റൻ, പരസ്യമായിട്ടുള്ളതായ പ്രബോധനം. എന്നിട്ടോ ഈ പരസ്യമായ പ്രബോധനം, മക്ക ജീവിതത്തിൽ നടക്കുന്ന പരസ്യമായ പ്രബോധനത്തിന്റെ പ്രത്യേകത എന്താണ്? അൽ കഫ് അനിൽ ഖിതാൽ വൽ കഫ് അനിർ റദ്ദ് അലൽ കുഫാർ. കാഫിരീങ്ങളോട് പോരാട്ടമില്ല, സത്യനിഷേധികളോട് പോരാട്ടമില്ല. സത്യനിഷേധികളോട് അവരെ എതിർക്കലോ ആക്ഷേപിക്കലോ ചീത്ത പറയലോ അവർ പറഞ്ഞതിന് മറുപടി പറയലോ അവർ അടിച്ചാളെ അടിക്കലോ ഇടിച്ചാളെ അടിക്കലോ ഒന്നുമില്ല. ശകാരം കേൾക്കന്നെ, ചീത്ത കേൾക്കന്നെ, ആക്ഷേപം കേൾക്കന്നെ. മനസ്സിലായില്ലേ? ഇതൊക്കെ സഹിക്കാം. ഫസ്ബിർ, നിങ്ങൾ ക്ഷമിക്കുക റസൂലേ, ഫഅഫു അൻഹും വസ്ബിർ, നിങ്ങൾ മാഫ് ചെയ്യുക, ക്ഷമിക്കുക മുഹമ്മദേ. അങ്ങനെയാണ് ആ സന്ദർഭത്തിൽ വന്നതായ ആയത്തുകളും കൽപ്പനകളും. ഈ രണ്ടാമത്തെ ഘട്ടം യുദ്ധമില്ലാതെ പ്രബോധനം നടക്കുക എന്ന ഘട്ടം, ഇത് രണ്ടാമത്തെ വകുപ്പാണ്. മൂന്നാമത്തത് പരസ്യമായി പ്രബോധനം, അത് മഅൽ ഖിതാൽ, യുദ്ധത്തോടു കൂടി, പോരാട്ടത്തോടു കൂടി. ആർക്കെതിരിൽ ആരെല്ലാം ആദ്യമായിട്ട് പോരാടാൻ ആരംഭിക്കുന്നുവോ അവരോട് പോരാടുക. അങ്ങനെയാണല്ലോ ബദർ യുദ്ധം നടന്നത്. ഇസ്ലാമിനെ നശിപ്പിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നപ്പോൾ റസൂലുള്ളാഹി അവരോട് എതിർത്തു, അല്ലേ? അപ്രകാരം ഉഹദ് യുദ്ധവും അങ്ങനെ തന്നെ, ഖന്തഖ് യുദ്ധവും അങ്ങനെ തന്നെ. അപ്പോൾ ആര് തുടങ്ങുന്നു? അവരാണ് തുടങ്ങുന്നത്. മുസ്ലിങ്ങൾ തുടങ്ങുകയല്ല, മറ്റുള്ളവർ തുടങ്ങാണ്. അവർക്ക് എന്ത് ചെയ്യുക? മറുപടി എന്നോണം പോരാട്ടം. മനസ്സിലായില്ലേ? അപ്പോൾ ഇസ്ലാം യുദ്ധം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഘട്ടങ്ങളൊക്കെ അതേ രൂപത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാം ഭീകരതയുടെ മതമല്ല, പോരാട്ടത്തിന്റെ മതമല്ല. പോരാട്ടത്തിലൂടെയും വാളിലൂടെയുമല്ല ഇവിടെ ഈ മതം സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെ ശാന്തിയും സമാധാനവും ആത്മോത്കർഷതയും സഹിഷ്ണുതയും ഇതൊക്കെയാണ് ഈ മതത്തിന്റെ ചിഹ്നം. ആ ചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ മതത്തിന്റെ പേര് തന്നെ ഇസ്ലാം, രക്ഷയുടെ മതം. പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. പരലോകത്തിൽ തയ്യാർ ചെയ്തു വെച്ച വീട്ടിന്റെ പേര് എന്താണ്? അല്ലാഹു യദ്ഉ, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നില്ല, ദാരിസ്സലാം, രക്ഷയുടെ വീട്ടിലേക്ക്, ദാറുസ്സലാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങോട്ട് ആരംഭിക്കുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യുക എന്നതായിരുന്നു മൂന്നാമത്തെ ഘട്ടം. അദ്ദഅവതു ജഹ്റൻ മഅൽ ഖിതാൽ. ആരോട്? ലികുല്ലിൽ മുബ്തദിഈന ബിൽ ഖിതാൽ. അതെ. പിന്നെ നാലാമത്തെ ഘട്ടമാണ് ദഅവതു ജഹ്റൻ, പരസ്യമായി ദഅവത്ത്. അതേ സമയത്ത് പരസ്യമായിട്ട് ദഅവത്ത് നടത്തുമ്പോൾ ആ ദഅവത്തിനെ എതിർക്കാൻ ആര് വിലങ്ങുതടിയായി നിൽക്കുന്നുവോ, മുൾച്ചെടിയായി മാറുന്നുവോ, അതിനെ മാറ്റി നിർത്തും. മനസ്സിലായില്ലേ? അതിനുവേണ്ടി മാത്രമുള്ള ഖിതാൽ. അതാണ് പിന്നെയുള്ള വർഷങ്ങളിൽ മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് നമ്മുടെ നേതാക്കൾ ചെന്നപ്പോൾ അവരോട് ഇതാ ഞങ്ങളുടെ കൂടെ ഇസ്ലാമുണ്ട്, രക്ഷയുടെ മതമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്നതൊക്കെയാണ്. ഈ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങൾ ഈ സത്യം ഇവിടെ സ്ഥാപിച്ച് ആ ഭരണം ഇവിടെ നടത്തണം. അതുകൊണ്ട് അതിനുള്ള ചുറ്റുപാട് അന്തരീക്ഷം നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി. നിങ്ങളുടെ അമ്പലം അവിടെ ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ ചർച്ച അവിടെ ഉണ്ടായിക്കോട്ടെ, അതെല്ലാം അവിടെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ നൽകേണ്ടതുണ്ട്.
ജിസിയ നൽകേണ്ടതുണ്ട്. ഞങ്ങളുടെ കസ്റ്റഡിയിൽ, ഞങ്ങളുടെ ഭരണകൂടത്തിൻ്റെ കീഴിൽ നിങ്ങൾ ജീവിക്കണം. കാരണം ഞങ്ങളുടെ മതം അഥവാ ഇസ്ലാമാകുന്ന മതം അതാണ് ഇവിടെ നടക്കേണ്ടത്. അതുകൊണ്ട് ആ മതം ദഅവത്ത് നടത്താൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കാൻ വിലങ്ങുതടിയായി തടസ്സമായി വരുന്നവരെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ളതായ പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ, അതാണ് നാലാമതായിട്ട് നാം കണ്ടതായ പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ നാലാമതായി കണ്ടതായ ദഅവത്തിൻ്റെ ശൈലികൾ. എന്നാൽ ഇപ്പോൾ അറിവില്ലാത്തവരൊക്കെ ഇതൊക്കെ നമുക്ക് എന്ത് നടപ്പാക്കാമെന്ന് പറയാറുണ്ട്. ഈ രൂപങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും നടപ്പാക്കാമെന്ന് പറയാറുണ്ട്. അത് പറ്റൂല. മനസ്സിലായില്ലേ? നാം ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ, ഇന്ത്യയിൽ ജീവിക്കുന്നവര് ബഹുഭൂരിപക്ഷം നാമല്ല, ബഹുഭൂരിപക്ഷം നാമല്ല. അപ്പോൾ നാം ആരാണ്? ന്യൂനപക്ഷമാണ്. അപ്പോൾ നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചതുപോലെയുള്ളതായ ദഅവത്താണ് അവിടെ നടത്തേണ്ടത്. മക്കയിൽ ജീവിച്ച സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല. ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ദഅവത്ത് നടത്തുന്ന വേളയിൽ നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഭാഗത്തെ നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ചീത്ത പറയുക, ശകാരിക്കുക, ആക്ഷേപിക്കുക ഇതൊന്നും നമ്മുടെ ശൈലി അല്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് ഇന്നത്തെ ദിവസം ഈ യുഗത്തിൽ നാം കാണുന്നത് പോലെ, കേൾക്കുന്നത് പോലെ വാട്സാപ്പിലും മറ്റും നമ്മെ വളരെ ദയനീയമായ വിധം മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ഇസ്ലാമാകുന്ന മതത്തെയുമെല്ലാം പുച്ഛിച്ച രൂപത്തിൽ സംസാരിക്കുന്നതായ പല അന്യമതസ്ഥർ പ്രകടമായ സന്ദർഭമാണിത്. അതേ സമയത്ത് സന്തോഷകരമെന്ന് പറയട്ടെ, കാര്യം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിയതായ പല ഇതര മതസ്ഥർ അത് ശരിയല്ല, ഇസ്ലാം സത്യത്തിൻ്റെ മതമാണ്, ഞങ്ങളത് അംഗീകരിക്കുന്നില്ലെങ്കിലും ഇസ്ലാം ഒരിക്കലും ഇവിടെ പോരാട്ടത്തിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി വന്നതല്ല എന്ന് മനസ്സിലാക്കിയ പലരും കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് സന്തോഷാർഹമാണ്, അത് അഭിമാനാർഹമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചത് നമ്മുടെ സമീപനം മുഖേനയാണ്. നാം ആ രൂപത്തിലല്ല സമീപിച്ചതെങ്കിൽ നാം കാണുന്നത് പോലെ സ്പെയിനിൽ 800 കൊല്ലം ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായിട്ട് ഭരണകൂടത്തോടും ഇസ്ലാമിനോടും വിട വാങ്ങേണ്ടി വന്നുപോയി. അവിടെ ഉണ്ടായിരുന്നതായ മുസ്ലിങ്ങൾക്ക് അവർ വിജ്ഞാനത്തെ സംരക്ഷിക്കാത്തത് കൊണ്ടും അവർ ഈ സത്യത്തെ പ്രചരിപ്പിക്കണമെന്ന നിർബന്ധം പുലർത്താത്തത് കൊണ്ടും അതിൽ നിന്നിട്ട് മുക്തരാവാനും അതിൽ നിന്നിട്ട് രക്ഷപ്പെടാനും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ, കേരളീയർക്ക് പ്രത്യേകിച്ച് സാധിച്ചു എന്നത് നല്ല വശമാണ് കേരളക്കാരിൽ ഇപ്പോഴും ഉള്ളതായ, അല്ലെങ്കിൽ ഇന്ത്യക്കാരിൽ ഇപ്പോഴും ഉള്ളതായ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലാസകലം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ സത്യമേതെന്ന് മനസ്സിലാക്കിയിട്ട് ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുവാനും അപ്രകാരം തന്നെ സത്യമതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും സത്യമതം ഉൾക്കൊണ്ടാലേ രക്ഷയുള്ളൂ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുമുള്ളതായ തൻ്റെ ഇടവും ഹിക്മത്തും ചുറ്റുപാടും സൗകര്യങ്ങളും മുസ്ലിം പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ മർഹലകളിൽ നിന്നിട്ട് ചില വിഭാഗങ്ങളൊക്കെ നമുക്ക് നാട് നന്നാക്കുന്നതിനേക്കാളും മുമ്പ്, നാട്ടിലുള്ളവരെ നന്നാക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ഭരണകൂടം ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം ആദ്യം ഉണ്ടാവട്ടെ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങാറുണ്ട്. ഞാൻ അവരോട് ഒറ്റ വാക്കിൽ പറയാറുണ്ട്, ഇരുന്നിട്ട് കാല് നീട്ടണം, നിന്നിട്ട് കാല് നീട്ടിയാൽ വീണു പോകും. അതുകൊണ്ട് നിന്നിട്ട് കാല് നീട്ടുന്നതിന് പകരമാണ് റസൂലുള്ള തുടങ്ങിയതുപോലെ തുടങ്ങാതിരിക്കുക, റസൂലുള്ള പ്രബോധനം ചെയ്തതുപോലെ ചെയ്യാതിരിക്കുക. റസൂലുള്ള പ്രബോധനം ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവിടുന്ന് പറഞ്ഞൂടെ, മക്കയിൽ നിന്നിട്ട് ഞാനിവിടെ വന്നത് നിങ്ങൾ നടത്തുന്നതായ ഈ തത്വങ്ങളും ഈ അനാചാരങ്ങളും ഇതിനോടൊക്കെ നിങ്ങൾ വെടിഞ്ഞിട്ട് ഇവിടെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞൂടെ? അല്ല. അതുകൊണ്ടാണ് റോമൻ ചക്രവർത്തി ചോദിച്ചത്, നിങ്ങൾ പറയുന്ന മുഹമ്മദിന്റെ കുടുംബത്തിൽ ആരെങ്കിലും രാജാവുണ്ടായിരുന്നോ? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഉണ്ടായിരുന്നില്ല, ആരും രാജാവില്ല മുഹമ്മദിന്റെ കുടുംബത്തിൽ. ഞാൻ രാജാവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നേനെ. ആ രാജകീയത്വത്തെ മൂപ്പര് കൊതിച്ചിട്ടാണ് ഈ സംഗതി പറഞ്ഞു നടക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. മൂപ്പരുടെ കുടുംബത്തിൽ രാജാവില്ലെങ്കിൽ അപ്പോൾ മൂപ്പരുടെ ലക്ഷ്യം രാജാവണമെന്നതല്ല, നേതാവണമെന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദൂതർ തന്നെയാണ് അദ്ദേഹം എന്ന് റോമൻ ചക്രവർത്തി സമ്മതിച്ച വാർത്ത സഹീഹുൽ ബുഖാരി 7-ാം നമ്പർ ഹദീസിൽ കാണാം.
സഹോദരന്മാരെ സഹോദരികളെ, അപ്പോൾ ഈ മർഹലകളിൽ നിന്നിട്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നതായ ശൈലികൾ അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വാഗ്ദാനം ചെയ്തതാണ്. വഅദല്ലാഹു അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫൽ ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിൻ അംനൻ യഅബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ. അല്ലാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നു. ഏതുപോലെ വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്തി, നിങ്ങൾ എന്നിട്ട് ആരാണ് തൗഹീദ് സ്ഥാപിക്കുന്നത്, ഏകദൈവ വിശ്വാസം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രം ആരാധന എന്നത് ജനങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് അത് നടപ്പാക്കിയും കൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നവരും അതനുസരിച്ച് അമൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നവരും ആരാണ്? ഇത് രണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈമാനും അമലുസ് സാലിഹാത്തും അത് ശരിക്ക് വ്യാപകമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് നാം നാട്ടിൽ പ്രാതിനിധ്യം നൽകാൻ, നാട്ടിൽ അവർക്ക് ഭരണകൂടം സ്ഥാപിക്കാനുള്ളതായ ചുറ്റുപാട് നാം ഉണ്ടാക്കി കൊടുക്കും. അവരുടെ ഇടയിൽ അമ്നും സുരക്ഷിതത്വവും ഉണ്ടാകും. എന്തെങ്കിലും പറയല്ല, അള്ളാഹ് വാഗ്ദാനം ചെയ്തത് ഇവിടെ 1000 കൊല്ലമാണ് ലോകം കണ്ടത്. എത്ര? 1000 കൊല്ലം നീണ്ടു നിൽക്കുന്നതായ 1000 കൊല്ലം നീണ്ടു നിന്നതായ ഭരണകൂടത്തിൻ്റെ ഉടമകളാണ് നാം അഥവാ മുസ്ലിങ്ങൾ. എപ്പോൾ? മുസ്ലിങ്ങളായിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ അവരവരുടെ വീട്ടിൽ, അവരവരുടെ കുടുംബത്തിൽ, അവരവരുടെ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ നടപ്പാക്കിയപ്പോഴാണ് അവിടെ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കാനുള്ള ചുറ്റുപാട് അള്ളാഹു നൽകിയത് എന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തുടങ്ങേണ്ടത് പ്രബോധനം റസൂൽ തുടങ്ങിയതുപോലെ തന്നെ ആയിരിക്കണം. അതെങ്ങനെയാണ്? രഹസ്യമായിട്ട് വേണമെങ്കിൽ. എന്നാൽ രഹസ്യം പരസ്യം എന്ന് പറയുന്നത് രണ്ടും ഒരുമിച്ച് കൂട്ടുന്നതുകൊണ്ട് തെറ്റില്ല ഇന്നത്തെ കാലത്ത്. മനസ്സിലായില്ലേ? നാം ചില നാട്ടിലേക്ക് പോകുമ്പോൾ ആ നാട്ടിൽ പരസ്യമായി പറയാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ അവിടെ രഹസ്യം. മനസ്സിലായില്ലേ? അതേ സമയത്ത് ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ പരസ്യമായി ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ പരസ്യം എന്നല്ലാതെ തുടങ്ങേണ്ടത് തന്നെ ഭരണകൂടമല്ല, തുടങ്ങേണ്ടത് തന്നെ വാളല്ല, യുദ്ധമല്ല, പോരാട്ടമല്ല, മത്സരമല്ല. അതല്ല ഇസ്ലാം പഠിപ്പിച്ച ശൈലി. അതുകൊണ്ട് ഇപ്പോൾ നാം 4 മർഹല പറഞ്ഞു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ഈ 4 മർഹലകളിൽ നിന്നിട്ട് നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ ജമ്മ് ചെയ്യാൻ പറ്റുന്നതായ മർഹലകൾ പ്രബോധന രംഗത്ത് നമുക്ക് ജമ്മ് ചെയ്യാവുന്നതാണ്. വിരോധവും ഇല്ല. സഹോദരന്മാരെ സഹോദരികളെ, മഹാനായ അംർ ഇബ്നു അബ്സ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് മൂപ്പര് പറയാണ്, ഞാനാണെങ്കിൽ പണ്ട് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ബിംബാരാധന ഒഴിവാക്കിയ വ്യക്തിയാണ്. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ല, പരിചയമില്ല. അങ്ങനെ ശുദ്ധ ആത്മാവായി ജീവിച്ച വ്യക്തിയാണ്. അതിനിടക്കാണ് കേട്ടത് മക്കയിൽ ഒരു പുതിയ വ്യക്തി പുതിയ മതവുമായി വന്നിട്ടുണ്ട് പോലോ. അത് കേട്ടപ്പോഴാണ് ഞാൻ മക്കയിലേക്ക് വന്നത്. ആ സന്ദർഭം മൂപ്പര് പറയാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഞാൻ മക്കയിലേക്ക് എത്തിയപ്പോൾ ആ സന്ദർഭത്തിൽ മുഹമ്മദ് നബി ഒളിച്ച് പ്രബോധനം നടത്തുകയാണ്, ആരും കാണാതെ പ്രബോധനം നടത്തുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വരവേൽപ്പിനെ കുറിച്ച്. അദ്ദേഹം വന്നപ്പോഴും റസൂലുള്ളാഹി അർഖം ഇബ്നു അബുൽ അർഖമിൻ്റെ വീട്ടിലായിരിക്കാം, പരസ്യമായിട്ടല്ല രഹസ്യമായിട്ടാണ് പ്രബോധനം. അതുകൊണ്ടാണ് അബൂദറിന് റസൂലിനെ കാണാൻ എത്ര ദിവസം പിടിച്ചു എന്നാണ് നാം കേട്ടത്? 30 അല്ലെങ്കിൽ 40 ദിവസം മക്ക മസ്ജിദുൽ ഹറാമിൻ്റെ ഖില്ലയുടെ അകത്ത് ഒളിച്ചു കൂടിയതാണ്. ആള് കാണാതിരിക്കുന്ന സമയത്ത് പ്രകടമാവും, എന്നിട്ട് സംസം വെള്ളം കുടിക്കും. മൂപ്പരന്നെ പറയാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, എന്ത്? റസൂൽ ചോദിച്ചു കണ്ടുമുട്ടിയ ശേഷം, ഈ കാലം മുഴുവനും നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോൾ പറഞ്ഞു, ഞാൻ ഖില്ലയുടെ താഴെ ഒളിക്കലായിരുന്നു. നിങ്ങൾ എന്തായിരുന്നു കഴിച്ചത്? ഞാൻ സംസമായിരുന്നു കഴിച്ചത്. ഭക്ഷണം കഴിച്ചിട്ടില്ല, വേറെ സംസമാണ്. അപ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി ചോദിക്കുന്നത്, മല്ലദീ അദ്റാക അന്നഹു മാഉൻ മുബാറക്, നിങ്ങൾക്ക് എന്തറിയാം അത് പവിത്രതയുള്ള വെള്ളമാണെന്ന വാർത്ത. മനസ്സിലായില്ലേ? നമ്മുടെ ഖൗമിന് ഇപ്പോൾ പവിത്രതയില്ലാത്ത വെള്ളമുണ്ടല്ലോ, അത് റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾക്ക് എന്തറിയാം എന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. നമുക്കറിയാവുന്നത് പോലെ സഹീഹായ ഹദീസുകളിൽ റസൂലുള്ളാഹിന്റെ ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നിട്ട് ഇറക്കിയതായ ജിബ്രീലിന്റെ കൂടെയുള്ള സ്വർഗീയ പാത്രം, ആ പാത്രത്തിൽ ഒഴിക്കാൻ റബ്ബ് സെലക്ട് ചെയ്തത് സംസമനിയാണെന്നാണ് സഹീഹായ ഹദീസ് നാം കണ്ടത്. മനസ്സിലായില്ലേ? അതൊന്നും കുഴപ്പമുള്ള ഹദീസല്ലല്ലോ ഈ എതിർക്കുന്നവർ തന്നെ.
ഈ ഹദീസ് എതിർക്കുന്നവർക്ക് തന്നെ, സംസമിനെ തള്ളിപ്പറയുന്നവർക്ക് തന്നെ ഈ ഹദീസൊന്നും കുഴപ്പമുള്ള ഹദീസല്ലല്ലോ, അവരംഗീകരിക്കുന്ന ഹദീസ് ആയിരിക്കണം, ആവണം. അള്ളാഹു അവരൊക്കെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മക്കയിൽ ഞാൻ അന്വേഷിച്ച് നടക്കുകയുണ്ടായ. അവസാനം റസൂലുള്ളാഹി രഹസ്യമായിട്ട് പ്രബോധനം നടത്തുന്ന സന്ദർഭത്തിൽ അവരുടെ അടുക്കിലേക്ക് ചെല്ലാൻ സാധിച്ചു. അവരുടെ അടുക്കിലേക്ക് എത്തിയപ്പോൾ മൻ അന്ത, ആരാണ് നിങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയുണ്ടായി അന നബി, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരാണെന്ന്. അപ്പോൾ വീണ്ടും ചോദിച്ചു എന്താണ് നബി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ പറഞ്ഞു അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ആ അല്ലാഹു അർസലക, നിങ്ങളെ അള്ളാഹു ദൂതരായിട്ട് നിയോഗിച്ചത് ശരിയാണോ? നിങ്ങൾ ഈ പറയുന്ന വാർത്ത ശരിയാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ, ഞാൻ പറയുന്ന വാർത്ത ശരിയാണ്, അള്ളാഹു എന്നെ ദൂതരായി നിയോഗിച്ചതാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു ബി അയ്യി ശൈഇൻ അർസലക, നിങ്ങളെ എന്തുമായിട്ടാണ് അള്ളാഹു നിയോഗിച്ചത്? അപ്പോൾ റസൂലുള്ളാഹി പറയുകയുണ്ടായി ബി തൗഹീദില്ലാഹി ലാ ഉശ്രികു ബിഹി ശൈആ, അള്ളാഹുവിനെ ഏകനാക്കണം ആരാധനയിൽ, അവൻ്റെ കൂടെ ശിഷ്ടികളെ ആരെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന തൗഹീദിന്റെ വചനവുമായി അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ടാണ് എന്നെ അള്ളാഹു നിയോഗിച്ചത്. പിന്നെ കൂട്ടിച്ചേർത്തു, എന്നോട് ചാർച്ച ബന്ധം ചേർക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശേഷം മഹാനായ അംർ ഇബ്നു അബസ ചോദിക്കുന്നു, അല്ല മുഹമ്മദേ, നിങ്ങൾ ഈ പറയുന്നതായ ഈ തത്വത്തിൽ നിങ്ങളോടൊപ്പം വല്ലരുമുണ്ടോ? അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് കൂടി ഇപ്പോൾ ഉള്ളത് ഒരടിമയാണ്, ഒരു സ്വതന്ത്രനാണ്, ഒരു സ്വതന്ത്രനും ഒരു അടിമയും കൂടിയുണ്ട്. അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ബിലാൽ റളിയല്ലാഹു തആല അൻഹുമാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത്. മഹാനായ അംർ ഇബ്നു അബ്സ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ഈ മതത്തിൽ മെമ്പർഷിപ്പ് നേടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കലിമത്ത് തൗഹീദ് ചൊല്ലുകയും അദ്ദേഹം ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടുകയും ചെയ്തു. അദ്ദേഹം വാദിക്കും പോലെ മൂന്നാമത്തെ വ്യക്തിയാണ് ആ ചുറ്റുപാടിൽ എന്ന് ഇസ്ലാമിൽ എന്ന് അദ്ദേഹം അഭിമാനിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം റസൂലിനോട് ചോദിച്ചു, റസൂലേ, നിങ്ങളോട് കൂടി ഞാൻ ഈ തത്വത്തിൽ പങ്കുവഹിക്കട്ടെ, അഥവാ നിങ്ങളോട് കൂടി പ്രബോധനം ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൂടി സഹായിയായി മാറട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വിദേശിയായതുകൊണ്ട് പറഞ്ഞു, നിങ്ങളത് കാട്ടരുത്, ഞാൻ ജനങ്ങളുടെ ഈ തത്വവുമായി പ്രകടമായി കഴിഞ്ഞു, വിജയിച്ചു കഴിഞ്ഞു, ജനങ്ങൾ എൻ്റെ ബേക്കിൽ അണിനിരക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് കേൾക്കുന്ന കാലം വന്നു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ നിങ്ങൾ വന്നാൽ മതി എന്ന് പറയുകയും അദ്ദേഹത്തോട് തൽക്കാലം വിടവാങ്ങുകയും ചെയ്തു. മഹാനായ അംർ ഇബ്നു അബസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് ഇസ്ലാം മതത്തിൽ മെമ്പർഷിപ്പ് നേടിയ ശേഷം അവിടെ നിന്നിട്ട് വിടവാങ്ങിയ ശേഷം കാലങ്ങൾ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്ന കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം വാർത്ത അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ ബേക്കിൽ അണിനിരക്കാൻ വേണ്ടി മദീനയിലേക്ക് വന്നിരുന്നത്. ഇത് മഹാനായ അംർ ഇബ്നു അബസയുടെ ഈ ഹിസ്റ്ററിയിൽ നിന്നിട്ട് നാം പഠിക്കുന്ന വാർത്ത. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ ദഅവത്തിന്റെ ആദ്യഘട്ടം അത് രഹസ്യമായിട്ടായിരുന്നു എന്നത് പഠിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിച്ചത്. അതേ രൂപത്തിൽ തന്നെയായിരുന്നു മഹാനായ രണ്ടാമതായി നാം പറഞ്ഞ വ്യക്തി ആരാണ്? അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ജുന്ദുബ് ഇബ്നു ജുനാദ. എന്താണ്? ജുന്ദുബ് ഇബ്നു ജുനാദ. ആ മഹാവ്യക്തിത്വം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മക്കയിലേക്ക് എത്തുന്നത്. നാം ഇപ്പോൾ അത് വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ ടൈമില്ല. അദ്ദേഹം വന്ന സന്ദർഭവും രഹസ്യമായിട്ടാണ് പ്രബോധനം. സിഗ്നലിൽ കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിക്കാൻ സാധിച്ചത് എന്നതൊക്കെ ചരിത്രത്തിൽ കാണാവുന്നതാണ്. അദ്ദേഹം ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയ വാർത്തയും ഇസ്ലാമിൽ പേരെടുത്ത വ്യക്തിയായി മാറിയ വാർത്തയും പലപ്പോഴും ഇവിടെ പരത്തി നിരത്തി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നാം ഇപ്പോൾ ഇതുവരെ കേട്ടത് ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രബോധനം നടത്താൻ വേണ്ടി റസൂൽ ആരംഭിച്ചപ്പോൾ ഉണ്ടായതായ ഘട്ടങ്ങളെക്കുറിച്ചാണ്.